നമസ്കാരം. അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് അപ്പമാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ കുറച്ച് അരിയൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അങ്ങനെ അത് അരച്ചിട്ട് കുറച്ച് അപ്പമൊക്കെ ചുടുന്നുണ്ട്. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ അതിക്ക് എന്തെങ്കിലും ചട്ടിനിയോ ഉള്ളിക്കറിയോ തക്കാളിക്കറിയോ എന്തായാലും അതിക്ക് നല്ല കോമ്പിനേഷനാണല്ലോ. ഏത് കറിയും കോമ്പിനേഷൻ ഉള്ളത് അപ്പമാണുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് ബീഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി ആകുന്നതിന് മുമ്പേ തൽക്കാലം അപ്പത്തേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയിരുന്നത്. ചെറുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ തൊലി കളഞ്ഞിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ പെട്ടെന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കറി ആണെങ്കിലും എന്തും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിൻ്റെ തൊലി കളയുന്നതാണല്ലോ ഏറ്റവും ടൈമിംഗ് ഉള്ളത്. ഇക്ക ബീഫൊക്കെ അരിഞ്ഞ് അത് കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മസാലയൊക്കെ കൂട്ടിയിട്ട് അടുപ്പിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം കയ്യിന് ചെറിയൊരു ഇത് പറ്റിയതുകൊണ്ട് തന്നെ കേട്ടോ അധികം കാര്യങ്ങൾ ചെയ്തിരുന്നത് മക്കളും കൂടിയിട്ടാണ്. ഫ്രിഡ്ജിൽ എപ്പോഴും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ പേസ്റ്റാക്കിയിട്ട് ആ പേസ്റ്റ് ഇതുപോലെ റെഡിയാക്കി വെക്കും. ഐസ് ക്യൂബാക്കിക്കൊണ്ട് വെക്കുമ്പോഴാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയും കേട്ടോ. ഇങ്ങനെ ആക്കി വയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിങ്ങനെ ആ സമയമാകുമ്പോൾ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കണമല്ലോ, നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഐസ് ക്യൂബിൽ ഇട്ടുവെച്ചാൽ പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിൽക്കുക അപ്പുറത്ത് അത് ഇറച്ചിക്ക് വേണ്ട മസാലകളൊക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ കട്ട പിടിച്ചിട്ട് ഇതിങ്ങനെ പോരണില്ല. അപ്പോൾ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ബീഫൊക്കെ ആകുമ്പം അടുപ്പിൽ വെച്ച് വേവിക്കുമ്പോഴാണല്ലോ പ്രത്യേക ടേസ്റ്റ്. ആ പുകയുടെയും ആ മൺകലത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സാധാരണ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് അടുപ്പ് തന്നെ കേട്ടോ അതൊക്കെ വെക്കാറ്. അതിലിങ്ങനെ ഒരു ഡ്രൈ ആയിട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ അധികം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പിൽ തന്നെ ഉണ്ടാക്കൽ. അപ്പാണെങ്കിൽ അടുപ്പിൽ തന്നെ ആയിട്ട് അധികം ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ പെട്ടെന്ന് ബീഫ് രാവിലെ കിട്ടിയതുകൊണ്ട് വേഗം അപ്പം ഞാൻ കുറച്ച് ഗ്യാസ് ഉണ്ടാക്കി. അപ്പത്തിനോട് വലിയ താല്പര്യം ആർക്കും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കാര്യമായിട്ട് കഴിക്കാൻ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പം. എനിക്കും മക്കൾക്കൊന്നും വലിയൊരു ഇഷ്ടമല്ല. ഞാൻ ചെറുള്ളിയും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് മസാലയൊക്കെ ചേർത്ത് നമ്മൾ ബീഫ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണം. അതിനുള്ള അപ്പത്തിനുള്ള കറി വേറെ ഉണ്ടാക്കണം. കാരണം ബീഫ് റെഡി ആകുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും. അപ്പം കുട്ടികൾക്ക് വിശക്കുമല്ലോ. അപ്പോൾ കുറച്ച് കിഴങ്ങ് കറി ഉണ്ടാക്കാൻ കരുതി. വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാൻ വല്ല കുക്കറിലിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായക്കടിക്കുള്ളത് നമ്മൾ വല്ലാണ്ട് മസാലകൾ ഒരുപാട് ഇടാറില്ല. നമ്മുടെ ശരീരത്തിനകത്ത് നല്ലതല്ലല്ലോ. അപ്പോൾ കുറച്ചുള്ള മസാലകളൊക്കെ ചേർക്കുള്ളൂ കേട്ടോ. കുറച്ച് മല്ലിയും മഞ്ഞളും മുളക് വലിയ ജീരകം അങ്ങനെയുള്ള ചെറിയ മസാലകൾ മാത്രമേ ചേർക്കാറുള്ളൂ. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ തുടങ്ങുന്ന ചെറിയ ചാനലാണ്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചാനൽ തുടങ്ങിയിരുന്നു. പക്ഷേ അതത്ര സക്സസ് ആയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണൊക്കെ ഇങ്ങനെ കിടന്ന് ആ ചാനൽ എനിക്ക് നഷ്ടമായി. ഇതെൻ്റെ 3ാമത്തെ ചാനലാണ് കേട്ടോ. ഫസ്റ്റത്തെ ചാനൽ ആരുടെ സപ്പോർട്ടും അങ്ങനെയൊന്നും ഇല്ലാണ്ട് എനിക്ക് തന്നെ അങ്ങനെ മടി കുടുങ്ങി അതങ്ങനെ ഒഴിവാക്കി. 2ാമത്തത് പിന്നെയും തുടങ്ങി. അത് ഫോൺ നഷ്ടമായപ്പം അത് ചാനൽ തന്നെ പോയി. ഇതിപ്പോൾ 3ാമത്തെയാണ്. അപ്പോൾ 3ാമത്തതെങ്കിലും സക്സസ് ആവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുക്കളയിൽ ചാടിയൊക്കെ കഴിഞ്ഞ് വീട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ മക്കൾ അവരെ കൊണ്ട് കഴിയുന്ന പോലെ അവർ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കൈ കൊണ്ട് കഴിയുന്ന പോലെ ഞാനും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ്. കൂടുതലായിട്ടുള്ള വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ രാവിലത്തെ ചെറിയൊരു തിക്കും തിരക്കും അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കൈ കൊണ്ട് വീഡിയോസ് എടുത്തുകൊണ്ടാണ് നമ്മളെല്ലാ പണിയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതിനായിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് വേണം ഇനി അടുത്ത വീഡിയോസ് ചെയ്യാനെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ അതിനനുസരിച്ച് നല്ല നല്ല വീഡിയോസ് എടുക്കാമെന്നാണ് എൻ്റെ ഒരു തീരുമാനം കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ്
പിന്നെ എനിക്ക് കുറച്ച് ബോട്ടി കൊണ്ടുവന്നിരുന്നു. പക്ഷെ ബോട്ടി എനിക്കത്ര അതിൻ്റെ സ്മെല്ലും അങ്ങനെ വലിയ താല്പര്യം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്മേൽ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അതൊക്കെ പിന്നെ എനിക്ക് തന്നെ കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും കാണും. അതുവരെ അസ്സലാമു അലൈക്കും. ബൈ.